നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. +2 ഫലം പ്രഖ്യാപിച്ചു. 77.97% വിജയം. KSU പോലീസ് അക്രമത്തിനെതിരെ വിദ്യാർത്ഥി രോഷം. SFI സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. ആദ്യ ഫല പ്രഖ്യാപനത്തിൽ തന്നെ നാക്കുപിഴ. വിദ്യാഭ്യാസ മന്ത്രിക്ക് സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ മഴ. മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. പരാതിക്കാരി കോടതിയിൽ മൊഴിമാറ്റി. എൽദോസ് കുന്നംപള്ളിക്കെതിരായ കേസ് തീർപ്പാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 3 ദിവസം. രോഗികളും കുടിയിരിപ്പുകാരും ദുരിതത്തിൽ. ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം. അറഫയിൽ ലക്ഷങ്ങളുടെ സംഗമം. അനധികൃത കുടിയേറ്റം മൂലമുള്ള ജനസംഖ്യാ മാറ്റങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതി. പ്രഖ്യാപനവുമായി അമിത്ഷാ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. +2 ഫലം പ്രഖ്യാപിച്ചു. 77.97% വിജയം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനാണ് ഫലം പ്രഖ്യാപിച്ചത്. 77.97% വിദ്യാർത്ഥികൾ തുടർ പഠനത്തിന് യോഗ്യത നേടി. മുൻവർഷം 77.81% വിജയം. പരീക്ഷാ ഫലത്തിൽ 16% വർധനയുണ്ടായി. 1990 സ്കൂളുകളിൽ നിന്നും റെഗുലർ വിഭാഗത്തിൽ 3,72,423 പേർ പരീക്ഷ എഴുതി. റെഗുലർ വിഭാഗത്തിൽ 2,90,398 കുട്ടികൾ വിജയിച്ചു. 30,561 കുട്ടികൾ എല്ലാ വിഷയത്തിലും A+ നേടി. 60 വിദ്യാർത്ഥികൾ 1,200 മാർക്ക് നേടിയാണ് വിജയിച്ചത്. 80 സ്കൂളുകൾ 100% വിജയം നേടി. സയൻസ് വിഭാഗത്തിൽ 84.55%, ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ 66.38%, കൊമേഴ്സ് വിഭാഗത്തിൽ 74.4 എന്നിങ്ങനെയാണ് വിജയം. പെൺകുട്ടികളുടെ വിജയ ശതമാനം ആൺകുട്ടികളെ അപേക്ഷിച്ച് ഇത്തവണയും മുന്നിലാണ്. സർക്കാർ സ്കൂളിൽ പരീക്ഷ എഴുതിയ 72.66 പേർ വിജയിച്ചു. വിജയ ശതമാനം കൂടുതൽ ഇടുക്കിയിലും കുറവ് കാസർഗോഡ് ജില്ലയിലുമാണ്. ആകെ 4,52,437 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. മാർച്ച് 6 മുതൽ 26 വരെയാണ് പരീക്ഷകൾ നടന്നത്. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നിവിടങ്ങളിലെ 2005 സ്കൂളുകളിലായാണ് പരീക്ഷ നടത്തിയത്. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം 389 സ്കൂളിലേക്കായി 25,259 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. 18,311 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 72.49% വിജയ ശതമാനം. സയൻസ് വിഭാഗത്തിൽ 71%, ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ 71.5%, 78.59 എന്നിങ്ങനെയാണ് വിജയം. പ്രൈവറ്റായി പരീക്ഷ എഴുതിയ 2,900 വിദ്യാർത്ഥികൾ 1,555 വിദ്യാർത്ഥികൾ വിജയിച്ചു. 53.6% വിജയ ശതമാനം. KSU പോലീസ് ആക്രമണത്തിനെതിരെ വിദ്യാർത്ഥി രോഷം. SFI സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. 6-ലധികം തവണ ജലപീരങ്കി. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ SFI പ്രവർത്തകർക്ക് നേരെ KSU അഴിച്ചുവിട്ട ആക്രമണത്തിലും പ്രതിഷേധിച്ചു SFI നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസ് നരനായാട്ട. കഴിഞ്ഞ ദിവസത്തെ KSU ആക്രമണത്തിൽ ക്രൂരമായി പരിക്കേറ്റ SFI സംസ്ഥാന ജില്ലാ നേതാക്കളെ മുൻനിരയിൽ നിർത്തിയായിരുന്നു വിദ്യാർത്ഥി സംഘം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിന് നേരെ പോലീസ് 6-ലധികം തവണയാണ് അതിക്രൂരമായി ജലപീരങ്കി പ്രയോഗിച്ചത്. എന്നാൽ പോലീസിന്റെ ജലപീരങ്കിക്ക് മുന്നിൽ ഒരടി പോലും പിന്മാറാൻ തയ്യാറാകാതെ ധീരമായ പ്രതിരോധമാണ് SFI പ്രവർത്തകർ തീർത്തത്. മലപ്പുറത്തും തൃശൂരിലും SFI പ്രവർത്തകർ നടത്തിയ ധീരമായ പ്രതിഷേധ മാർച്ചുകൾക്ക് നേരെയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സർവകലാശാല തെരഞ്ഞെടുപ്പിൽ സമാധാനപരമായ വിജയാഹ്ലാദം പ്രകടിപ്പിക്കുകയായിരുന്ന SFI പ്രവർത്തകർക്ക് നേരെ KSU ആസൂത്രിതമായി കല്ലെറിയുകയായിരുന്നു. KSUവിന്റെ കല്ലേറിലും മർദ്ദനത്തിലും SFI സംസ്ഥാന പ്രസിഡന്റ് P. ശിവപ്രസാദ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആഷിഖ് പ്രദീപ്, മനേഷ്, ജില്ലാ കമ്മിറ്റി അംഗം ബാലസംഘം സംസ്ഥാന സെക്രട്ടറി സന്ദീപ് DS തുടങ്ങിയ സഖാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇപ്പോൾ പ്രവർത്തകരെ ജലപീരങ്കി ഉപയോഗിച്ച് പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. മലപ്പുറം SP ഓഫീസിലേക്കാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. വലിയ പോലീസ് വിന്യാസം ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് പലയിടങ്ങളിലായി SFIയുടെ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് വാഹനത്തിന് മുകളിലേക്ക് വിദ്യാർത്ഥികൾ വലിഞ്ഞു കയറാൻ ശ്രമിക്കുന്നു. പോലീസ് പിടിച്ച് താഴേക്ക് വലിച്ചിറക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
വിദ്യാർത്ഥികൾ കയറിയിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. SFIയുടെ വലിയ പ്രതിഷേധം മലപ്പുറത്തുണ്ടാവുകയാണ്. മലപ്പുറം SP ഓഫീസിന് മുന്നിലേക്കാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയത്. വിദ്യാർത്ഥികൾക്ക് നേരെ അപകടകരമായ കാര്യമാണത്. അതിൽ നിന്ന് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമവും ഉണ്ടാകുന്നുണ്ട്. ജലപീരങ്കി വാഹനത്തിന് മുകളിലേക്ക് വിദ്യാർത്ഥികൾ വന്ന് കയറിയിരിക്കുന്നു. അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് നിലവിൽ ഇപ്പോൾ ജലം പുറത്തേക്ക് വരുന്നില്ല. വലിയ ഫോഴ്സോടുകൂടി ജലം വരുന്ന ഒന്നാണ്. മാത്രമല്ല ഇത് പൊതുമുതലാണ്. അത് നശിപ്പിക്കുന്നത് വലിയ നിയമപരമായ പ്രശ്നത്തിലേക്ക് പോകും. ഒരു വിദ്യാർത്ഥി പ്രതിഷേധം എന്ന് പറയുമ്പോൾ ഉണ്ടാകാനിടയുള്ള കേസുകൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും എന്നതുകൂടി ജാഗ്രത വേണ്ടതാണ്. പക്ഷെ വലിയ പ്രതിഷേധമുണ്ട്. വിദ്യാർത്ഥികളുടെ വസ്ത്രമടക്കം പിടിച്ചു കീറിയിരിക്കുന്ന ദൃശ്യം. ആ ജലപീരങ്കിയുടെ മുകളിലേക്ക് കയറിയ വിദ്യാർത്ഥിയുടെ ഷർട്ട് കീറിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിടിച്ച് താഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ വിദ്യാർത്ഥികളെ തല്ലുന്നുമുണ്ട്. അതിന്റെ ശബ്ദമടക്കം കേൾക്കാനും കഴിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ജലപീരങ്കിക്ക് മുകളിൽ കയറി കൊടികുത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുബഷിർ പി അക്ബർ വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷിർ, വലിയ പ്രതിഷേധം. തീർച്ചയായും അത് വലിയ പ്രതിഷേധമായിട്ട് സംഘർഷഭരിതമായിട്ട് SFIയുടെ മാർച്ച് മാറിയിരിക്കുന്നു. SP ഓഫീസിലേക്ക് SFI സംഘടിപ്പിച്ച മാർച്ച് പോലീസ് സജ്ജമാക്കിയ ബാരിക്കേഡിനെ മറികടന്നുകൊണ്ട് ഇപ്പുറത്തേക്ക് കടന്നിരിക്കുന്നു. അതിനിടയിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ SFI പ്രവർത്തകർ കൂട്ടമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയതാ. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച പോലീസ് ബസ്സിന് മുകളിലേക്ക് ഒരു കൂട്ടം SFI പ്രവർത്തകർ കയറിയിരിക്കുന്നു. ജലപീരങ്കി പ്രയോഗിക്കുന്ന ആ സംവിധാനം പൂർണ്ണമായിട്ടും അവർ അത് അവസാനിപ്പിച്ചിരിക്കുക, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും തടഞ്ഞു നിർത്തിക്കൊണ്ട് അവരുടെ പതാക കൊണ്ട് അത് മൂടുന്ന വളരെ വിചിത്രമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെ SFI മാർച്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ SFI പ്രവർത്തകരും പോലീസിന്റെ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് പ്രകോപിതരായിട്ടില്ല. ഇപ്പോഴും പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലാത്തി ചാർജ് ഒന്നും തന്നെ പോലീസ് ഇതുവരെ നടത്തിയിട്ടില്ല. പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഇവിടെ പ്രതിഷേധം തുടരുകയാണ്. SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ജലപീരങ്കി പ്രയോഗിക്കുന്ന പൈപ്പിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് അതിൽ നിന്നും വെള്ളം വരാത്ത രീതിയിൽ അതിനെ പൂർണ്ണമായിട്ട് തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം. ആ രീതിയിലേക്ക് SFIയുടെ പ്രതിഷേധ സമരം, മലപ്പുറത്തെ പ്രതിഷേധ സമരം മാറിയിരിക്കുന്നു. SFIയുടെ പ്രവർത്തകരാണ് വിവിധ മേഖലകളിൽ എത്തിച്ചേർന്ന SFIയുടെ പ്രവർത്തകർ കൂട്ടം ചേർന്നുകൊണ്ട് പോലീസ് വാഹനത്തിന് മുൻപിൽ നിലയുറപ്പിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ്. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട SFI പ്രവർത്തകർ അകാരണമായിട്ട് പോലീസ് മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് SFI ഇന്ന് പ്രതിഷേധ സമരങ്ങൾ മാർച്ച് സംഘടിപ്പിക്കുന്നതിന് മലപ്പുറത്തെ മാർച്ച് സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്ന കാഴ്ച. പോലീസിന് പ്രവർത്തകരെ തടഞ്ഞു നിർത്താൻ സാധിക്കാതെ, അനുനയിപ്പിക്കാൻ സാധിക്കാതെ പോകുന്ന കാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മലപ്പുറത്തുനിന്ന് പങ്കുവെക്കാൻ സാധിക്കുന്നത്. ഇതിൽ ജലപീരങ്കി പ്രയോഗിച്ച പോലീസ് വാഹനം തന്നെ പൂർണ്ണമായിട്ടും തടഞ്ഞു നിർത്തിക്കൊണ്ട് പോലീസ് വാഹനത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. SFI പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. സംഘപരിവാറാണ് പോലീസിന് നേതൃത്വം കൊടുക്കുന്നത്. അതാണ് ഏറ്റവും അവസാനം തിരുവനന്തപുരത്ത് കണ്ടത്. അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല, അനുവദിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ് SFI പറഞ്ഞു വെക്കുന്നത്. പ്രതിഷേധ സമരം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. പക്ഷേ വീണ്ടും സംഘർഷഭരിതമാവുകയാണെങ്കിൽ പോലീസിൽ ആത്മവിശ്വാസമുള്ള ഒരു സാഹചര്യം തള്ളിക്കളയാനാകില്ല. ജലപീരങ്കി ഉപയോഗിക്കുന്ന വാഹനം പൂർണ്ണമായും പ്രതിഷേധക്കാർ കീഴടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇനി വിദ്യാർത്ഥികൾക്ക് നേരെ പ്രയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ അതിന് മുകളിലേക്ക് കയറി ഇരുന്ന് നിലയുറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. വിദ്യാർത്ഥി നേതാക്കൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടാകുന്നത്. കേരള സർവകലാശാലയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മലപ്പുറത്തെ SP ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ചുമായി എത്തിയത്. അവിടെ ബാരിക്കേഡ് വെച്ച് തടയാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും അത് മറിച്ചു കടന്ന് ഉള്ളിലേക്ക് കടന്നിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് വാഹനത്തിന് മുകളിലേക്ക്, ജലപീരങ്കി ഉപയോഗിക്കുന്ന വാഹനത്തിന് മുകളിലേക്ക് അടക്കം കയറിയിരുന്നിരിക്കുന്നു.
പരാതിക്കാരി കോടതിയിൽ മൊഴിമാറ്റി എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ കേസ് തീർപ്പാക്കി. പെരുമ്പാവൂർ മുൻ MLA എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ ബലാത്സംഗ കേസ് തീർപ്പാക്കി. പരാതിക്കാരി അടക്കം മൊഴിമാറ്റിയതിന് പിന്നാലെയാണ് നെയ്യാറ്റിൻകര കോടതി കേസ് തീർപ്പാക്കിയത്. എൽദോസ് കുന്നപ്പള്ളി തന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്നാണ് പരാതിക്കാരി മൊഴിമാറ്റിയത്. 2022 സെപ്റ്റംബർ 28-നാണ് ശാരീരികമായി ഉപദ്രവിച്ചെന്ന് കാട്ടി പേട്ട നിവാസിയായ യുവതി എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതി നൽകിയത്. മദ്യവെച്ച് വീട്ടിലെത്തി തന്നെ ഉപദ്രവിച്ചെന്നും പിന്നീട് കാറിൽ ബലമായി കയറ്റി കോവളത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഉപദ്രവിച്ചെന്നും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 3 ദിവസം. രോഗികളും കൂട്ടിരിപ്പുകാരും ദുരിതത്തിൽ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വിഭാഗത്തിലും പൊതു OP കെട്ടിടത്തിലും കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിട്ട് 3 ദിവസമാകുന്നു. കുടിവെള്ളം കിട്ടാതെ രോഗികളും കൂട്ടിരിപ്പുകാരും നെട്ടോടമോടുകയാണ്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും തകരാർ പരിഹരിക്കാൻ നടപടിയുണ്ടായില്ലെന്നാണ് ആക്ഷേപം. മെഡിക്കൽ കോളേജിലെ പ്രധാന കെട്ടിടങ്ങളിലെ പൈപ്പുകളിൽ ശുദ്ധജലം വരാതായിട്ട് 3 ദിവസമായി. പ്രസവം ഉൾപ്പെടെയുള്ള അടിയന്തര ചികിത്സകൾക്കായി എത്തുന്ന സ്ത്രീകൾക്കും നവജാത ശിശുക്കൾക്കും ഒപ്പം എത്തുന്നവർക്കും ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനാൽ രോഗികളും കൂട്ടിരിപ്പുകാരും ഹോസ്പിറ്റൽ ക്യാൻറ്റീനുകളെയും പുറത്തുള്ള കടകളെയും ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. നവജാത ശിശുക്കളെയും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെയും ചികിത്സിക്കുന്ന വിഭാഗത്തിലാണ് വെള്ളം മുടങ്ങിയിരിക്കുന്നത്. ശുചിത്വത്തിന് വലിയ പ്രാധാന്യമുള്ള ആശുപത്രി പരിസരത്ത് വെള്ളം ലഭ്യമല്ലാത്തത് പകർച്ചവ്യാധികൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അടിയന്തര സാഹചര്യത്തിൽ പോലും കൃത്യമായ ഇടപെടൽ നടത്താത്ത അധികൃതർ നിലപാടിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. എത്രയും വേഗം തകരാർ പരിഹരിക്കണമെന്നും ആശുപത്രിയിലെ കുടിവെള്ള വിതരണം സാധാരണ നിലയിലാക്കണമെന്നുമാണ് രോഗികളുടെയും ബന്ധുക്കളുടെയും ന്യായമായ ആവശ്യം. ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം. അറഫയിൽ ലക്ഷങ്ങളുടെ സംഗമം. ഹജ്ജ് തീർത്ഥാടനത്തിന് മുന്നോടിയായി കഅബയ്ക്ക് ചുറ്റും ലക്ഷങ്ങൾ വിശ്വാസികൾ പ്രാർത്ഥനയിൽ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് മിനായിലേക്ക് ഒഴുകിയെത്തിയതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം. ലക്ഷക്കണക്കിന് വിശ്വാസികൾ അറഫയിൽ സംഗമിച്ചു. 182 രാജ്യങ്ങളിൽ നിന്നായി 18 ലക്ഷത്തോളം തീർത്ഥാടകർ അറഫ മൈതാനിൽ സംഗമിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ തീർത്ഥാടകർ തമ്പുകളുടെ നഗരിയായ മിനായിലേക്ക് പ്രവാഹം തുടങ്ങിയിരുന്നു. ഇന്ന് പുലർച്ചെ മിനായിൽ നിന്നാണ് അറഫയിലേക്ക് നീങ്ങിയത്. ഉച്ചയ്ക്ക് നമീറ പള്ളിയിൽ അറഫ പ്രഭാഷണം നടത്തും. സൗദിയിലെ പ്രമുഖ പണ്ഡിതനും മദീനയിലെ മസ്ജിദുൻ നബവിയിലെ ഇമാമുമായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഹുദൈവ ഖുതുബ നിർവഹിച്ചു. തീർത്ഥാടകർ അസ്തമത്തോടെ മുസ്തലിഫിലേക്ക് നീങ്ങി. ബുധനാഴ്ച രാവിലെ വീണ്ടും മിനായിൽ തിരിച്ചെത്തും. അവിടെ 3 ദിവസത്തെ രാപ്പാർപ്പും ബലികർമ്മവും ജംറകളിലെ കല്ലേറും പൂർത്തിയാകുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് സമാപനമാകും. ബുധനാഴ്ച സൗദി ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. കേരളത്തിൽ വ്യാഴാഴ്ചയാണ് ബലിപ്പെരുന്നാൾ. അനധികൃത കുടിയേറ്റം മൂലമുണ്ടാകുന്ന അസ്വാഭാവികമായ ജനസംഖ്യാ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതി രൂപീകരിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജനസംഖ്യയിലുണ്ടാകുന്ന മാറ്റങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരം, ദേശീയ സുരക്ഷ, സാമൂഹിക സന്തുലിതാവസ്ഥ എന്നിവയ്ക്ക് വലിയ വെല്ലുവിളിയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ വാഗ്ദാനം ചെയ്ത സമിതിയാണിത്. ഏത് രാജ്യത്തിന്റെയും ഭാവി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളൊന്നാണ് അനധികൃത കുടിയേറ്റമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി പ്രകാശ് പ്രഭാകർ നവലേക്കറുടെ അധ്യക്ഷതയിലാണ് സമിതി പ്രവർത്തിക്കുക. മുൻ IAS ഉദ്യോഗസ്ഥൻ ദുർഗ ശങ്കർ മിശ്ര, മുൻ IPS ഉദ്യോഗസ്ഥൻ ബാലാജി ശ്രീവാസ്തവ, സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ ഷാമിക രവി എന്നിവരോടൊപ്പം സെൻസസ് കമ്മീഷണറും സമിതിയിൽ അംഗങ്ങളായിരിക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കും സമിതിയുടെ മെമ്പർ സെക്രട്ടറി. ഇന്ത്യയിലുടനീളം അസ്വാഭാവികമായ കാരണങ്ങളാൽ സംഭവിക്കുന്ന ജനസംഖ്യാ മാറ്റങ്ങളെക്കുറിച്ച് സമിതി സമഗ്രമായ വിലയിരുത്തൽ നടത്തും. മതപരവും സാമൂഹികവുമായ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അസാധാരണമായ ജനസംഖ്യ വ്യതിയാനങ്ങളെ വിശകലനം ചെയ്യുക എന്നതാണ് സമിതിയുടെ പ്രധാന ചുമതല. ഇതിന് പരിഹാരമായി കൃത്യമായ സമയപരിധിക്കുള്ളിൽ നടപ്പിലാകുന്ന പദ്ധതികൾ സമിതി സർക്കാരിന് മുൻപാകെ സമർപ്പിക്കും. പ്രത്യേകിച്ചും ഗോത്രവർഗ സമൂഹങ്ങളുടെ സംരക്ഷണത്തിനും സാമൂഹ്യ സുസ്ഥിരതയ്ക്കും ഈ കണ്ടെത്തലുകൾ ഗുണകരമാകുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. ആദ്യ ഫലപ്രഖ്യാപനത്തിൽ തന്നെ നാക്കുപിഴ. വിദ്യാഭ്യാസ മന്ത്രിക്ക് സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ മഴ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ +2 ഫലപ്രഖ്യാപനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന് നാക്കുപിഴ. 2,90,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി എന്നതിന് 2,09,398 പേർ എന്നാണ് മന്ത്രി പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിനുടനീളം മന്ത്രിക്ക് പല അക്കങ്ങളും വസ്തുതകളും തെറ്റുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ എന്നതിന് പകരം കുറവെന്നാല് പല സ്ഥലത്തും അദ്ദേഹം പറഞ്ഞത്. വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഫലപ്രഖ്യാപനത്തിൽ തന്നെ നിരവധി തെറ്റുകൾ വരുത്തിയതിനെതിരെ വലിയ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. എഴുതി കൊടുത്ത് നോക്കി വായിക്കാൻ പോലും അറിയാത്തതാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് പലരും കുറിച്ചിരിക്കുന്നത്. മുൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒന്നുമില്ലെങ്കിലും വായിക്കാൻ അറിയാമായിരുന്നു എന്നാണ് മറ്റൊരു വിമർശനം. തുടക്കം തന്നെ പാളിയെന്നും കമന്റുകളുണ്ട്.
ഇന്ന് ഉച്ചയ്ക്കാണ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചത്. 77.97% വിദ്യാർത്ഥികൾ തുടർ പഠനത്തിന് യോഗ്യത നേടി. മുൻവർഷം 77.81% വിജയം. പരീക്ഷാ ഫലത്തിൽ 0.16% വർധനയുണ്ടായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഔദ്യോഗിക വസതിയിലെത്തി സന്ദർശിച്ചു. വി ഡി സതീശൻ മോദിക്ക് കഥകളി ശില്പം സമ്മാനിച്ചു. സതീശൻ മോദിയുടെ ഔദ്യോഗിക വസതിയിലെത്തി നടത്തിയ കൂടിക്കാഴ്ച രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയാകുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചപ്പോൾ BJPയുമായി ഡീലുണ്ടെന്നും കൃത്യമായ അജണ്ടയുണ്ടെന്നും ആരോപിച്ച് ശക്തമായ വിമർശനം ഉന്നയിച്ച കോൺഗ്രസ് നേതൃത്വം സതീശന്റെ സന്ദർശനത്തിൽ അസാധാരണമായ മൗനം പാലിക്കുകയാണ്. അന്ന് ഈ വിഷയത്തിൽ രൂക്ഷമായി പ്രതികരിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇപ്പോൾ പുലർത്തുന്ന ഈ മൗനം ഇരട്ടത്താപ്പാണെന്ന ആക്ഷേപം ശക്തമാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതിന് തൊട്ടുമുമ്പ് ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തെത്തി വി ഡി സതീശൻ അദാനി ഗ്രൂപ്പുമായി നടത്തിയ ചർച്ച വലിയ വിവാദങ്ങൾ വഴിവെച്ചിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലായിരുന്നു. ഇതിനു പിന്നാലെ BJPയുടെ പരോക്ഷ പിന്തുണയോടെയാണ് കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്തതെന്ന് ആരോപണവും ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ മറിച്ച് ക്രോസ് വോട്ടിംഗ് നടത്തിയും UDF പല മണ്ഡലങ്ങളിലും വിജയിച്ചതായും വ്യാപക പരാതികളുണ്ട്. അതിനിടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിയന്ത്രിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ രത്തൻ കൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചതോ വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. നേരത്തെ കാവിക്കൊടിയേന്തിയ വനിതയുടെ ചിത്രത്തിനു മുന്നിൽ തിരികൊളുത്തി വി ഡി സതീശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നേരത്തെ വലിയ പ്രതിഷേധത്തിൽ കാരണമായിരുന്നു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.